നമസ്കാരം. എൻ്റെ കൂടെയുള്ളത് ശ്രീ രാജൻ എലവത്തൂരാണ്. സീനിയർ ജേർണലിസ്റ്റാണ് അദ്ദേഹം. അതിലുപരി തൃശ്ശൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ്. അങ്ങനെ തൃശ്ശൂരിൽ രാജേട്ടാ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി, നമ്മുടെ തൃശ്ശൂർക്കാരനായ സുനിൽകുമാർ, തൃശ്ശൂർക്കാരൻ തന്നെയായ നമ്മുടെ കോഴിക്കോട്ടുകാരനൊക്കെ ആയ മുരളി, 3 പേര് ഏതായാലും ജനങ്ങളൊക്കെ വോട്ടൊക്കെ ചെയ്തൊക്കെ റെഡിയായി കഴിഞ്ഞു. രാജേട്ടൻ ഒരു സീനിയർ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ, അതിനേക്കാൾ ഉപരി തൃശ്ശൂരിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന ഒരു പത്രലേഖകൻ എന്നുള്ള രീതിയിൽ ആർക്കാണ് സാധ്യത? ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥാനാർത്ഥികൾ ജനങ്ങളായിട്ട് എത്ര കണ്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പൊതുവെ വിലയിരുത്തേണ്ടത്. അതാണ് രാഷ്ട്രീയ താല്പര്യങ്ങളെക്കാട്ടും ഉപരി വിജയത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന 3 സ്ഥാനാർത്ഥികളിൽ അടിസ്ഥാനപര ജനവിഭാഗമായിട്ട് സകല നിലയ്ക്കും ബന്ധം ഉള്ളത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സുനിൽകുമാറാണ്. അതിൽ യാതൊരു തർക്കമില്ല. മറ്റവരെന്ന് പറഞ്ഞാൽ ദാ വന്നു ദാ പോണു എന്ന് പറയുന്ന രീതിയിലുള്ള ആളുകളാണ്. പക്ഷേ ഈ സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷവും മണ്ഡലത്തിലുണ്ടായിരുന്നു എന്നൊക്കെയാണ്. സുരേഷ് ഗോപി മണ്ഡലത്തിലുണ്ടായിരുന്നു എന്നുള്ള അതിൻ്റെ രസകരമായ സംഭവമാണ്. ആള് ഒരു വരവും കൂടി വരും. എന്ത് കുറേ അന്നദാനങ്ങളും കുറേ ദാന പ്രവർത്തനങ്ങളും, അത് ആളുടെ ഒരു താല്പര്യം അനുസരിച്ച് ചില പ്രവർത്തനങ്ങൾ നടത്തും. അല്ലാണ്ട് നമ്മൾ സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ എവിടെയും എല്ലാ തലങ്ങളിലും കാണാൻ തന്നെയല്ല, ഞാൻ ആളുടേതായിട്ട് മാത്രം പറയാം. എല്ലാ വിഷയത്തിൽ മുൻ കൃഷി മന്ത്രി എന്നുള്ള നിലയ്ക്ക് തന്നെ വളരെ ഗ്രാസ് റൂട്ട് ലെവലിലേക്കുള്ള കണക്ഷൻ സുനിൽകുമാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മുരളീൻ്റെ സാധ്യത മുരളി ഇവിടെ ഒരു വിരുന്നുകാരൻ മാത്രം, മുരളിയുടെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ വന്നത്. ഇപ്പൊ ഒരു ബൈസ്റ്റാൻഡർ മുരളി യഥാർത്ഥത്തിലെ മുരളി തൃശ്ശൂരിൽ എത്തിപ്പെടാനുള്ള സാഹചര്യം എന്താണെന്ന് രാജ്യത്തെ സാഹചര്യം ഉണ്ടായെന്ന് വെച്ചാൽ പത്മജയുടെ ഇഷ്യൂ മാത്രമല്ല, അവസാന റൗണ്ടിൽ പ്രതാപനം മാറ്റിയപ്പോ മുരളീധരനെ ഇങ്ങോട്ട് വെച്ചു. അത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതിന് തലേ ദിവസം ഒരൊറ്റ ദിവസം കൊണ്ടാണല്ലോ നടന്നത്. തലേ ദിവസം പത്മജ ഇങ്ങനെ ഒരു ഒഴുക്ക് BJPക്ക് പോയി ഒഴുക്കുണ്ടാവുമ്പോൾ അപ്പം അതിന് പകരം ഒരു ചിത്രം വേണം എന്നുള്ളൊരു പിടിവാശയുടെ പുറത്താണ് മുരളീധരൻ നിർത്തിയത്. അതിനു മുമ്പ് തന്നെ പ്രതാപനെ മാറ്റാനുള്ള നീക്കമുണ്ടായിരുന്നു. പ്രതാപനെ മാറ്റണം എന്നുള്ള നീക്കം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. തന്നെയല്ല, പ്രതാപൻ നിൽക്കില്ല എന്നൊരിക്കൽ പൊതുവെ പണ്ട് ചുമരെഴുത്ത് പറഞ്ഞിരുന്നു. വീണ്ടും പ്രതാപം വന്നു. തലേ ദിവസം അടക്കം മുരളി മന്ദിരത്തിൽ പോയിട്ട് കരുണാകരൻ്റെ കൊടിയേരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പ്രതാപൻ റെഡി. അപ്പം ചോദിച്ചപ്പോൾ ഞാൻ സ്ഥാനാർത്ഥി നാളെ തൊട്ട് ഇറങ്ങാന്നുള്ള രീതിയിൽ അന്ന് തൊട്ട് ചുമരെഴുത്തും കാര്യങ്ങളും തുടങ്ങി. ഇത് ഒരു ദിവസം രാത്രി കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ മുരളീനെ വന്നപ്പോൾ ജനങ്ങൾ കൗതുകത്തോടെയാണ് നിരീക്ഷിച്ചത്. എന്തായാലും പ്രതാപനെക്കാളും സാധ്യത മുരളിക്കാണ് അല്ലേ? പ്രതാപനെക്കാട്ടും ഗ്ലാമർ താരം എന്നുള്ള നിലയ്ക്ക് മുരളിക്ക് പഴയ ചില പേരുകളൊക്കെ വെച്ച് കർണാടക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു വെച്ചാൽ, ഇലക്ഷനിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന KPCC യോഗത്തിൽ ഉണ്ടായ അവലോകനത്തിൽ പറഞ്ഞു എന്ന് പറയുന്നതൊന്നും തെറ്റൊന്നല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ പലപ്പോഴും മുരളി ഭയങ്കരമായിട്ട് പ്രതാപനെ കുറ്റപ്പെടുത്തിയത്. മുരളിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആളുടെ മേൽക്കൈയുള്ള പ്രവർത്തനമായിരുന്നു. അന്വേഷിച്ചറിയാം. ആളുടെ കൂടെ പലപ്പോഴും വേണ്ടത്ര നേതാക്കന്മാരുടെ ഒഴുക്കോ ആ രീതിയിലൊന്നും മുരളിയായിട്ട് തന്നെ ഈ പ്രതാപ ശരിക്ക് പിന്നിന്ന് കുത്തിയതാണോ? കുത്തിയത് എന്ന് ഇപ്പൊ നമ്മൾ പറയുമ്പോ അങ്ങനെ ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റില്ല. ഒരു താല്പര്യം ആൾക്ക് മുരളിയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയും. ഈ മുരളി വന്നപ്പോൾ ഇയാൾ കെട്ടിപ്പിടിച്ച് അതൊക്കെ ശരി. ഇതൊക്കെ സംഭവമൊക്കെ ഉണ്ടായത് ശരി തന്നെയാണ്. കാരണം പ്രതാപൻ സീറ്റ് ഇവിടെ ഉറച്ചതായിരുന്നു എന്നുള്ളതിൻ്റെ അവസാന തെളിവായിരുന്നു. അതിൻ്റെ ഈ ഇലക്ഷൻ്റെ പൂർണ്ണ നടപടിയിൽ വരുന്നതിന്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ടച്ച് ചെയ്ത് ഒരു വികസന സന്ദേശമെന്നും അല്ലെങ്കിൽ വർഗീയ വിരുദ്ധതയ്ക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ള രീതിയിലുള്ളൊരു സ്നേഹ സന്ദേശയാത്ര പ്രചാരണത്തിന്റെ ഒരു ആദ്യഘട്ടം സജീവമായിട്ട് രാമനിലയത്തിലൊക്കെ പത്രക്കാരെ വിളിച്ച് പത്രസമ്മേളനം നടത്തി അനൗൺസ് ചെയ്തിട്ട് തൃശ്ശൂർ
സ്നേഹത്തിന് ചായക്കട ചുരുക്കി പറഞ്ഞാല് പ്രതാപൻ ഭയങ്കര നിരാശയിലായിരുന്നു അല്ലേ? അതാണ് വ്യക്തിപരമായിട്ട് നമ്മൾ അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയമായിട്ട് പറയുമ്പോ പ്രതാപൻ പറഞ്ഞിരുന്നത് എന്നെക്കാട്ടും 10 ഇരട്ടി വോട്ടും മുരളീധരൻ ജയിക്കും, ഞാൻ എന്റെ സ്ഥാനാർത്ഥിത്വം പോയതുകൊണ്ട് എന്റെ സ്ഥാനാർത്ഥിത്വം ഒരു കുഴപ്പം ഇവിടെ ഉണ്ടാവില്ല, മുരളീധരൻ ജയിക്കും എന്നൊക്കെ തന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവരും അങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ സൂക്ഷ്മമായിട്ട് തിരിച്ചിട്ട് പല വേദികളിലും പല പരിപാടികളിലും പ്രധാന കുറെ കാര്യങ്ങളിലൊക്കെ ലീഡേഴ്സ് ഇവര് ഒന്നിച്ചു വരിക എന്നല്ലാതെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ ഇത് മുരളീധരൻ ഒറ്റയ്ക്കാണ് നടത്തിയിരുന്നത് എന്നുള്ള കോൺഗ്രസുകാരുടെ ഒരു പിന്തുണ കിട്ടിയിരുന്നില്ല എന്ന് വെച്ചാൽ പുറത്ത് മറ്റു സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ കാണുന്ന ഒരു ആരവം മുരളീധരൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രതിഫലിക്കും. മുരളീധരൻ അത് KPCC പറഞ്ഞു എന്ന് പറഞ്ഞ് യാഥാർത്ഥ്യമാണെങ്കിൽ അപ്പൊ തന്നെ മെസ്സേജ് പോയല്ലോ. അതാണെങ്കിൽ അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഒരു തോൽവി സമ്മതിച്ചതിന് തുല്യമെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. മുൻകൂർ ജാമ്യം. അതെ. പിന്നെ മറ്റവരുടെയൊക്കെ പലപ്പോഴും നമ്മൾ പല രീതിയിലും സംസാരിക്കുമ്പോൾ അതൊക്കെ ജയിച്ചോളും, അതൊക്കെ നടക്കും, ഞങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് മുരളിയുടെ വിജയം മുരളിയുടെ മേൽക്കൈയിൽ ഉണ്ടായിട്ട് എന്തെങ്കിലും രീതിയിൽ വന്നാൽ സംഭവിക്കാൻ അല്ല. അപ്പൊ എനിക്ക് രാജേട്ടന്റെ ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ മുരളിയേക്കാൾ സാധ്യത VS സുനിൽകുമാറിനും രാഷ്ട്രീയം മാത്രമല്ല നമ്മുടെ സുരേഷ് ഗോപി മുന്നോട്ട് വരില്ല. സുരേഷ് ഗോപിയുടെ വിഷയം എന്താ വെച്ചാൽ സുരേഷ് ഗോപിയും ഈ പറഞ്ഞ മാതിരി കണ്ടമാനം ആരാധകര് സ്ത്രീകൾ അത് സിനിമ ബേസിൽ. പക്ഷെ വോട്ട് വീഴില്ലേ? വോട്ട് വീഴേണ്ടതാണ്. പക്ഷെ അത് നഗര കേന്ദ്രീകൃതമാണ്. അത് ചില നേരെ സുനിൽകുമാർ എന്ന് പറഞ്ഞ് ഗ്രാസ് റൂട്ട് ലെവലില് വളരെ ഇതായിട്ടുള്ള അതൊക്കെ ശരിയാണ്. എന്റെ ഒരു സംശയം എന്താ, ഇപ്പൊ സുനിൽകുമാറിനെ നമ്മൾ ഒരിക്കലും മോശം കാൻഡിഡേറ്റ് ആയിട്ടൊന്നും കാണുന്നില്ല, വിജയപ്രതീക്ഷയുള്ള ആൾ തന്നെയാണ്. പക്ഷേ സുനിൽകുമാർ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ പിണറായി സർക്കാരിന്റെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ്. പിണറായി സർക്കാർ ആവട്ടെ പ്രതിച്ഛായ അങ്ങേയറ്റം മോശപ്പെട്ട ഒരു അന്തരീക്ഷത്തിലാണ്. അത് പ്രതികൂലമായി ബാധിക്കും. പൂർണ്ണ മോശപ്പെട്ടിട്ടില്ലെങ്കിലും ഭരണത്തിന് ജന താല്പര്യങ്ങൾക്ക് വേണ്ടത്ര അല്ല, പൂർണ്ണമായോ ഭാഗികമായോ എന്തായാലും പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചമല്ല എന്നുള്ള ആർക്കറിയാലോ. രണ്ടാമത് മുഴുവൻ പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല. അല്ല, അത് ഓക്കെ. എന്നാലും സുനിൽകുമാറിന് ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മുടെ കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നം അതുണ്ടല്ലോ. അത് കൂടുതൽ ഉയർത്തിയിട്ടുള്ളത് സുരേഷ് ഗോപി ആയിരുന്നല്ലോ മറ്റേ യാത്രയൊക്കെ നടത്തിയത്. കരുവന്നൂർ ബാങ്കിന്റെ പ്രധാനമായിട്ട് ഉയർത്തി കൊണ്ടുവന്നത് സുരേഷ് ഗോപിയാണ്. അപ്പൊ ആ നിലയ്ക്ക് അതൊരു വോട്ടിംഗ് സാധ്യതകളും കാരുണ്യം ഒക്കെ ആയിട്ട് ചിലതുണ്ട്. പക്ഷെ ഇത് ഇപ്പൊ എല്ലാവരും പറയുന്നത് പോലെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പലരും പറഞ്ഞ മാതിരി എഴുത്ത് വേണോ എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഇന്ത്യയുടെ നിലനിൽപ്പിന് ഈ മറിച്ച് ബദലായിട്ട് എന്ത് വരാൻ പറ്റും എന്നുള്ളൊരു താല്പര്യമാണ് ഇടതുമുന്നണി വെച്ചിട്ടുള്ളത്. അത് ഉൾക്കൊണ്ടിട്ട് ആളുകൾ ആ രീതിയിൽ കൈകാര്യം ചെയ്തു എങ്കിൽ ആശ്വാസകരമാവും. കഴിഞ്ഞ പ്രാവശ്യം അതിന് കോൺഗ്രസിന് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ടായി. ഇതിപ്പോ പ്രതാപന അവസാനം നൃത്തം മാറ്റിയതിന് പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയയിൽ ധീവര സഭ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ഈ ധീവര സഭയുടെ ആളുകള് പ്രതാപനായാൽ ഇവിടെ വോട്ട് ചെയ്യില്ല എന്നും പ്രതാപനെ ഞങ്ങൾ എതിർക്കുന്നു പറഞ്ഞിട്ട് അതിൽ ഒരു വിഭാഗം തന്നെ ഒരിക്കൽ 2-3 പത്രസമ്മേളനം ചില രീതിയിൽ ഇവിടെ തൃശ്ശൂർ അല്ല. അപ്പൊ അത് മുരളിക്ക് വരുമോന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പ്രതാപനോട് ഇവർക്ക് ഒരു അപ്പൊ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. മുസ്ലിം വോട്ടുകളെ ഈ പ്രതാപൻ നല്ല രീതിയിൽ മുസ്ലിം വോട്ടുകൾ ചെയ്ത ഒരാളായിരുന്നു. അത് പക്ഷെ അത് കൂടുതൽ ആത്മബന്ധങ്ങളും താല്പര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ പ്രതാപം മാറിയപ്പോ അതിന് മനോവിഷമം പ്രതാപനെക്കാട്ട് കൂടുതൽ ഈ പറയുന്ന കുറെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം വിഭാഗം ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെക്കാൾ നല്ല മുസ്ലിം ആയിരുന്നു. അതല്ല, പ്രതാപനായിട്ടുള്ള ആത്മബന്ധത്തിൽ ഒരു വിഷമം പോവാന്ന് പോവാൻ പറയാൻ പറ്റില്ല. അത്ര ഒരു കണക്ഷൻ വരണ്ടേ. ലീഗായിട്ടുള്ള ബന്ധം അതിപ്പോ കോസ്റ്റൽ ഏരിയ ആണ് ഇപ്പൊ അതിന്റെ രീതിയിൽ. അതേസമയം മുരളി വേറെ ഒന്ന് ആരോപിച്ചിട്ടുണ്ടല്ലോ ഇവിടെ
കോസ്റ്റൽ ഏരിയയിൽ തന്നെ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള 2 നിയോജകമണ്ഡലങ്ങൾ BJP CPM വോട്ട് കച്ചവടം നടത്തിക്കുന്ന ഒരു ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ പൊത്തുകൾ കണ്ടിട്ട് മുരളി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, നമ്മുടെ ഈ ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ചില അടിയൊഴുക്കുകൾ ഉണ്ടല്ലോ, അതായത് നമ്മുടെ CPM വോട്ടുകള് അല്ല ഈ ഒരു ഡീലിന്റെ ഒരു കാര്യം CPM BJP അത്ര ഒരു ഡീലിന് സാധ്യത നയപരമായിട്ട് സാധ്യത വളരെ കുറവാണ്. അതിനൊന്നും അങ്ങനെ വിശ്വസിക്കാം. അതൊരു പ്രചരണം എന്നുള്ള രീതിയിൽ മാത്രമേ പറ്റുള്ളൂ. അതിപ്പോ ആൾക്കാർ അപ്പൊ ചുരുക്കി പറഞ്ഞാല് എനിക്ക് രാജേട്ടന്റെ ഒരു അഭിപ്രായത്തില് സുനിൽ കുമാറിനാണ് ഒരു ജനകീയതയുള്ളത് സുനിൽകുമാർ. മറ്റാളിലൊക്കെ വന്നതാണ്. പിന്നെ സുരേഷ് ഗോപിക്ക് താരപ്രഭയുണ്ടായിരുന്നു. പിന്നെ ഇയാളുടെ കുറെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തന്നെയല്ല, അതിന് വേറൊരു വിഷയം ശ്രദ്ധിച്ചപ്പോ നോക്കിയിട്ടുണ്ടാവും, ഒരു സുരേഷ് ഗോപിയൊക്കെ ആളൊരു തൻ്റെ ഇടത്തിൻ്റെ രീതിയിൽ പ്രവർത്തിക്കരുത്. പ്രവർത്തകരോടും തട്ടിക്കയറിയിരുന്നു. അപ്പോൾ അവസാന റൗണ്ടിൽ ചില കോളനി ഏരിയയിലേക്ക് ചെന്നപ്പോൾ അവിടെ ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ, വോട്ടേഴ്സ് ലിസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പരാതി പരസ്യമായിട്ട് പ്രവർത്തകർ തള്ളി പറഞ്ഞു. അല്ല, അത് സ്വാഭാവികമായിട്ടും തോന്നില്ല. കാരണം എല്ലാ പാർട്ടികൾക്കും പിന്നിന്ന് കുത്തുന്ന ആൾക്കാരുണ്ടാവില്ല. സ്ഥാനാർത്ഥികൾ അങ്ങനെ പാടില്ലല്ലോ. അപ്പൊ ആ രീതി അപ്പൊ അത് ഞാൻ എന്തിനോട് വരുന്നു, ഞാൻ ഇങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുണ്ടായി. അത് അവസാന റൗണ്ടില് BJPയുടെ ആളുകളും ഇതിലുണ്ടെന്നുള്ള പലരുടെയും വാക്കുകളും പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. ഒരു സത്യത്തിൽ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി വരുന്നതിൽ പല BJP സ്ഥാനാർത്ഥി മുഖങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഇത് മോദി കെട്ടി എടുത്തപ്പോ പാകല്ലോ എന്ന് വന്നപ്പോ സുരേഷ് ഗോപി വന്നാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളിതൊരു ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് മുരളിക്ക് സാധ്യത കുറവാണെന്ന് നമുക്ക് വിലയിരുത്താം അല്ലെ? കാരണം മുരളി തന്നെ ഏതാണ്ട് ഒരു തോൽവി സംബന്ധിച്ച അതെ. പിന്നെ ഉള്ളത് ഈ സുനിലും സുരേഷ് ഗോപിയാണ്. അതില് രാജേട്ടന്റെ അഭിപ്രായത്തില് സുനിലിനാണ്. സുനിൽ കടക്കുകയാണെങ്കിലും വൻ ഭൂരിപക്ഷം ഉണ്ടാവില്ല. കാരണം അല്ല, എന്തായാലും ഈ 1 ലക്ഷത്തിന്റെ ഒരു ഡിഫറൻസ് ആയിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. തൃശ്ശൂർ നഗരത്തിലൊന്നും വേണ്ടത്ര പോളിംഗ് ഉണ്ടായിട്ടില്ല. ഈ പോളിംഗ് ഇല്ലാത്തത് അല്ല, മധ്യവർഗ സമൂഹം സാധാരണഗതിയിൽ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യാൻ പോകില്ല എന്നുള്ളൊരു അവസ്ഥ തൃശ്ശൂർ മാത്രമല്ല പലയിടത്തും ഉണ്ടത്. അപ്പൊ അത് പക്ഷെ തിരുവനന്തപുരത്തൊക്കെ അവരെ ബൂസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുള്ള മനസ്സിലായി. അതുമാതിരി മൂവ്മെന്റ് ഒന്നും ഇവിടെ അങ്ങനെയില്ല. പിന്നെ പൊതുവെ കാണുമ്പോഴേ എനിക്കത് ഞാൻ പലപ്പോഴും പറയുന്നത്, കോൺഗ്രസ്സുകാരും ഒരു സ്ഥാനാർത്ഥി വെല്ലുവിളിച്ച് കൊണ്ടുവന്നാൽ അങ്ങോരൊപ്പം ഭയങ്കരതായിട്ട് നടക്കണ്ടേ. അങ്ങനെ സംഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷെ അത് കോൺഗ്രസ്സുകാര് പണ്ടും അങ്ങനെ തന്നെയാണ്. ഏത് കാലം മുതലേ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ലീഡർ വരെ എന്നെ മുന്നിന്നും പിന്നിന്നും കുത്തി എന്ന് പറയുന്ന സ്ഥലമാണ് അത് കണ്ട്. നമ്മുടെ പ്രതാപൻ നിന്നിരുന്നപ്പോ അങ്ങനെ ഉണ്ടായിട്ടില്ലോ. എല്ലാവരും ഒരു ഐക്യം. പക്ഷേ പത്മജ ജയിച്ചപ്പോ പത്മജനും കുത്തി. പത്മജ കുത്തി എന്ന് പറയുന്ന അതേ സ്വഭാവം മുരളിയും പറഞ്ഞപ്പോ ഏതാണ്ട് സമായിട്ട് അച്ഛനെയും 2 മക്കളെയും പിന്നൊന്നും മുന്നൊക്കെ കുത്തിയ ഒരു ഒരു അപകടാവസ്ഥയിൽ നിൽക്കണം. അപ്പൊ ഏതായാലും നമുക്ക് തൃശ്ശൂരിലെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഞാൻ ഇതായിട്ട് പറയുന്നതല്ല, ജനകീയ ബന്ധം വെച്ചിട്ടും നാടിന്റെ പൊതു അവസ്ഥ വെച്ചിട്ട് മാറ്റം വേണമെന്നുള്ള രീതിയിലാണ് ഇടതുമുന്നണി. പക്ഷേ ഈ പറയുന്ന ഒരു ഭരണവിരുദ്ധ വികാരവും പിന്നെ ഈ പറയുന്ന കരുവന്നൂർ ബാങ്കിന്റെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വോട്ടർമാർ ഏത് രീതിയിൽ വിധിയെടുക്കും എല്ലാ ഭാഗത്തേക്കും വരില്ല. മറ്റു മണ്ഡലമില്ല, അതാത് മണ്ഡലങ്ങളിൽ പിരിഞ്ഞാലക്കുട. അപ്പൊ അതാണ് തൃശ്ശൂരിന്റെ ഒരു സ്ഥിതി. എന്തായാലും നമ്മൾ 4-ാം തീയതി വരെ കാത്തിരിക്കണം. ഇതിൽ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സ്ഥാനാർത്ഥികളെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഭംഗിയുടെ പേരിൽ ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്നതൊക്കെ ഒരു അപകടകരമായ അവസ്ഥയാണ്. നമുക്കിപ്പോ 4-ാം തീയതി അറിയാൻ പറ്റുള്ളൂ വോട്ടർമാർ ഏത് രീതിയിൽ പ്രതികരിക്കുന്നുള്ളത്. നമ്മുടെ പത്രപ്രവർത്തകര് നമ്മുടെ ചില മുൻവിധികള്, നമ്മുടെ ചില നിരീക്ഷണങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്.